ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊച്ചി, കൊൽക്കത്ത, ചെന്നൈ, ഹൈദരാബാദ്. ആൻസർ ഓപ്ഷൻ ബി കൊൽക്കത്ത. തൃശൂർ നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? വീരകേരളവർമ്മ, കേശവരാമവർമ്മ, രാമവർമ്മ ശക്തൻ തമ്പുരാൻ, മാർത്താണ്ഡവർമ്മ. ആൻസർ ഓപ്ഷൻ സി രാമവർമ്മ ശക്തൻ തമ്പുരാൻ. ലോഹങ്ങളുടെ രാജാവ്. സ്വർണം, വെള്ളി, മെർക്കുറി, പ്ലാറ്റിനം. ആൻസർ ഓപ്ഷൻ എ സ്വർണം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെ? ബംഗളൂരു, ന്യൂഡൽഹി, ഗോവ, അഹമ്മദാബാദ്. ആൻസർ ഓപ്ഷൻ എ ബംഗളൂരു. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? KR മീര, പ്രഭ വർമ്മ, MK സാനു, EP രാജഗോപാൽ. ആൻസർ ഓപ്ഷൻ ഡി EP രാജഗോപാൽ. കേരള സർക്കാരിൻ്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? വള്ളത്തോൾ അവാർഡ്, GV രാജ അവാർഡ്, ഇന്ദിരാഗാന്ധി ഗോൾഡ് കപ്പ്, സന്തോഷ് ട്രോഫി. ആൻസർ ഓപ്ഷൻ ബി GV രാജ അവാർഡ്. 16ാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നതെന്ന്? 2026 ഏപ്രിൽ 8, 2026 ഏപ്രിൽ 9, 2026 ഏപ്രിൽ 10, 2026 ഏപ്രിൽ 11. ആൻസർ ഓപ്ഷൻ ബി 2026 ഏപ്രിൽ 9. രണ്ടാം ബുദ്ധൻ എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ്? അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, നടരാജ ഗുരു, ശ്രീനാരായണ ഗുരു. ആൻസർ ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. പ്രാചീന മലയാളം ആരുടെ രചനയാണ്? ചട്ടമ്പി സ്വാമികൾ, സ്വാമി വിവേകാനന്ദൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, മലയാറ്റൂർ രാമകൃഷ്ണൻ. ആൻസർ ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏതു സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തിയാണ്? മണിപ്പൂർ, മേഘാലയ, മിസോറാം, ഒഡീഷ. ആൻസർ ഓപ്ഷൻ ഡി ഒഡീഷ. മോളോസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം? മണിപ്പൂർ, മിസോറാം, മേഘാലയ, നാഗാലാൻഡ്. ആൻസർ ഓപ്ഷൻ ബി മിസോറാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽപാത? കൊങ്കൺ പാത, സൻഗാണ്ടൻ പാത, പീർ പഞ്ചൽ പാത, മാലിഗുഡ പാത. ആൻസർ ഓപ്ഷൻ സി പീർ പഞ്ചൽ പാത. ഇന്ത്യയിലെ വാതോർജ്ജന നിലയം? ലംബ, മണികരൺ, കാഗരാപാർ, ഓഖ. ആൻസർ ഓപ്ഷൻ എ ലംബ. ഹിമാലയത്തിലെ ലവണജല തടാകം? ദാൽ, ലോണാർ, വൂളാർ, രാഗാസ്. ആൻസർ ഓപ്ഷൻ ഡി രാഗാസ്. പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിച്ചിരുന്ന പാത? ഷാഹി പാത, മുഗൾ പാത, ജഹനാര പാത, ഷുർക്കി പാത. ആൻസർ ഓപ്ഷൻ എ ഷാഹി പാത. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല? മധുര, ദിഗ്ബോയ്, ബറോണി, പാണിപ്പട്. ആൻസർ ഓപ്ഷൻ ബി ദിഗ്ബോയ്. ചലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ്? വൂളാർ, താർസാർ, ദാൽ, മാർസാർ. ആൻസർ ഓപ്ഷൻ എ വൂളാർ. സമാധാനത്തിൻ്റെ പാലം എന്നറിയപ്പെടുന്നത്? രാം സേതു, അടൽ സേതു, സുദർശൻ സേതു, അമാൻ സേതു. ആൻസർ ഓപ്ഷൻ ഡി അമാൻ സേതു. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത്? കാശ്മീർ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ് ഹിമാലയം, അരുണാചൽ ഹിമാലയം. ആൻസർ ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത്? ഗോണ്ടാന ശിലകൾ, ടെർഷ്യറി ശിലകൾ, ധാർവാർ ശിലകൾ, ലാറ്ററൈറ്റ് ശിലകൾ. ആൻസർ ഓപ്ഷൻ സി ധാർവാർ ശിലകൾ. ഏത് സത്യാഗ്രഹത്തിൻ്റെ പ്രചാരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേലിന് ലഭിച്ചത്? ദണ്ഡി സത്യാഗ്രഹം, ബർദോളി സത്യാഗ്രഹം, കേദ സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം. ആൻസർ ഓപ്ഷൻ സി ബർദോളി സത്യാഗ്രഹം. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം, മലബാർ കലാപം, ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഗുരുവായൂർ സത്യാഗ്രഹം. ആൻസർ ഓപ്ഷൻ ബി ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഡോക്ടർ KN രാജുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ, റിസർവ് ബാങ്ക് ഗവർണർ, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് സ്ഥാപകൻ, ഓർഗനൈസേഷണൽ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ രചിച്ചു. ആൻസർ ഓപ്ഷൻ ഡി ആണ് 1ഉം 2ഉം. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ, റിസർവ് ബാങ്ക് ഗവർണർ. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെട്ടത് ആര്? താരാറാണി ശ്രീവാസ്തവ, അരുണ ആസഫ് അലി, മാതങ്കി ഹസ്ര, സരോജിനി നായിഡു. ആൻസർ ഓപ്ഷൻ ബി അരുണ ആസഫ് അലി. ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? വ്യവസായികളും സംരംഭകരും ആസൂത്രണത്തിനെതിരെ ആയിരുന്നു. വ്യാവസായികവും സാമ്പത്തികവുമായ നിക്ഷേപങ്ങളിൽ രാഷ്ട്രം മുൻകൈ എടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. ആഗോള മൂലധന നിക്ഷേപത്തിനായി വാദിച്ചു. ആസൂത്രിത സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കി. ആൻസർ ഓപ്ഷൻ ബി 1ഉം 3ഉം. വ്യവസായികളും സംരംഭകരും ആസൂത്രണത്തിനെതിരെ ആയിരുന്നു. ആഗോള മൂലധന നിക്ഷേപത്തിനായി വാദിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ആര്? ആസഫ് അലി, ക്യാപ്റ്റൻ ലക്ഷ്മി, തേജ് ബഹാദൂർ സപ്രു, നെഹ്റു. ആൻസർ ഓപ്ഷൻ ബി ക്യാപ്റ്റൻ ലക്ഷ്മി.
സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? രാജ്കുമാരി അമൃത് കൗർ, മൗലാന അബ്ദുൽ കലാം ആസാദ്, റാഫി അഹമ്മദ് കിദ്വായി, ജഗ്ജീവൻ റാം. ആൻസർ ഓപ്ഷൻ സി, റാഫി അഹമ്മദ് കിദ്വായി. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണം എന്ത്? ജനാധിപത്യം സംരക്ഷിക്കാൻ, വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാൻ, രാജ്യത്തിന്റെ ഐക്യം കാത്തുസൂക്ഷിക്കാൻ, ആഭ്യന്തര സ്വയംഭരണം ഉറപ്പാക്കാൻ. ആൻസർ ഓപ്ഷൻ ഡി, 2ഉം 3ഉം. വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാൻ, രാജ്യത്തിന്റെ ഐക്യം കാത്തുസൂക്ഷിക്കാൻ. 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഇന്ത്യയുടെ ഐക്യമെന്ന സങ്കല്പത്തിന് കരുത്തേകി പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. നാട്ടുരാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിച്ചു. നാട്ടുരാജാക്കന്മാരുടെ കൂട്ടായ്മ നിലവിൽ വന്നു. ആൻസർ ഓപ്ഷൻ എ, 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. ഇന്ത്യയുടെ ഐക്യമെന്ന സങ്കല്പത്തിന് കരുത്തേകി പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. താഴെ പറയുന്നവരിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്ന വ്യക്തി ആര്? ജവഹർലാൽ നെഹ്റു, KN രാജ്, M വിശ്വേശ്വരയ്യ, C രാജഗോപാലാചാരി. ആൻസർ ഓപ്ഷൻ ഡി, C രാജഗോപാലാചാരി. ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എഴുതുക. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം സംരക്ഷണം ഉറപ്പാക്കുന്നു. മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നു. അടിമത്തം, തക്കതായ പ്രതിഫലം നൽകാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കൽ എന്നിവ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ആൻസർ ഓപ്ഷൻ ഡി, 2ഉം 4ഉം പ്രസ്താവനകൾ ശരിയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം സംരക്ഷണം ഉറപ്പാക്കുന്നു. അടിമത്തം, തക്കതായ പ്രതിഫലം നൽകാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കൽ എന്നിവ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഓരോ ഇന്ത്യൻ പൗരന്റെയും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക. ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ സംസ്കാര സമന്വയത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക. പൊതുസ്വത്ത് സംരക്ഷിക്കുകയും ശപഥം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. ആൻസർ ഓപ്ഷൻ ഡി, 1, 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, റിട്ടുകൾ. ആൻസർ ഓപ്ഷൻ ബി, മൗലിക കർത്തവ്യങ്ങൾ. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെ വെച്ചാണ്? വർക്കല, അരുവിപ്പുറം, ആലുവ, വൈക്കം. ആൻസർ ഓപ്ഷൻ സി, ആലുവ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? വൈകുണ്ഠസ്വാമികൾ, VT ഭട്ടതിരിപ്പാട്, പണ്ഡിറ്റ് KP കറുപ്പൻ, വാഗ്ഭടാനന്ദൻ. ആൻസർ ഓപ്ഷൻ ഡി, വാഗ്ഭടാനന്ദൻ. അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏത്? ആംനസ്റ്റി ഇന്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, സിറ്റിസൺ ഫോർ ഡെമോക്രസി, ഗ്ലോബൽ വാച്ച്. ആൻസർ ഓപ്ഷൻ എ, സിറ്റിസൺ ഫോർ ഡെമോക്രസി. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമ നിർമ്മാണത്തിലേക്ക് നയിച്ചത്. പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കുന്നു. കോടതി പരിഗണനയിലുള്ള വിവരങ്ങൾ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വിവരങ്ങൾ എന്നിവ വെളിപ്പെടുത്തുന്നു. ഉദ്യോഗസ്ഥർ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ വിവരങ്ങൾ നൽകിയെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നതുവരെ ഉദ്യോഗസ്ഥനിൽ നിന്ന് 150 രൂപ വീതം പിഴ ശിക്ഷ ചുമത്താവുന്നതാണ്. ആൻസർ ഓപ്ഷൻ സി, 3ഉം 4ഉം പ്രസ്താവനകൾ ശരിയാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? തടവറകളിലെ അതിക്രമം തടയൽ, വനിതകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണം, ഭരണനിർവഹണ രംഗത്തെ പരിഷ്കരണങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മനുഷ്യാവകാശ നിഷേധങ്ങൾ ഇല്ലാതാക്കൽ. ആൻസർ ഓപ്ഷൻ ഡി, 1, 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ദിവസം ഏത്? 1947 ഓഗസ്റ്റ് 15, 1950 ജനുവരി 26, 1947 ജൂലൈ 22, 1949 നവംബർ 26. ആൻസർ ഓപ്ഷൻ സി, 1947 ജൂലൈ 22. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ, CB മാത്യൂസ്, വിൻസൻ M പോൾ, വിശ്വാസ് മേത്ത. ആൻസർ ഓപ്ഷൻ എ, വി ഹരി നായർ. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം? പൊന്മുടി, തെന്മല, ആനമുടി, അടവി. ആൻസർ ഓപ്ഷൻ ബി, തെന്മല. തട്ടേക്കാട് പക്ഷി സങ്കേതം ഇതിൽ എവിടെയാണ്? ഇടുക്കി, എറണാകുളം, കൊല്ലം, ആലപ്പുഴ. ആൻസർ ഓപ്ഷൻ ബി, എറണാകുളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? ഭാരതപ്പുഴ, പെരിയാർ, പമ്പ, ചാലിയാർ. ആൻസർ ഓപ്ഷൻ ബി, പെരിയാർ. അഞ്ചുവണ്ണം എന്നാൽ എന്ത്? പെരുമാറ്റച്ചട്ടം, നഗരങ്ങൾ, വാണിജ്യ സംഘം, സ്വരൂപങ്ങൾ. ആൻസർ ഓപ്ഷൻ സി, വാണിജ്യ സംഘം. മലയാള സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവരിൽ ആരെ? അരവിന്ദൻ, രാമു കാര്യാട്ട്, കുഞ്ചാക്കോ, JC ഡാനിയൽ. ആൻസർ ഓപ്ഷൻ ഡി, JC ഡാനിയൽ. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം? കണിക്കൊന്ന, താമര, ചെമ്പരത്തി, അരളി. ആൻസർ ഓപ്ഷൻ എ, കണിക്കൊന്ന.
പ്രാചീന തുറമുഖമായ മുസിരിസ് ഇതിൽ ഏത് സ്ഥലമാണ്? പൊന്നാനി, കൊടുങ്ങല്ലൂർ, കൊല്ലം, വർക്കല. ആൻസർ ഓപ്ഷൻ ബി കൊടുങ്ങല്ലൂർ. തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം? താമരശ്ശേരി, കുമളി, പാലക്കാട്, പേരമ്പാടി. ആൻസർ ഓപ്ഷൻ സി പാലക്കാട്. അസാമിൽ നടന്ന 79ാം സന്തോഷ് ട്രോഫി കിരീടം നേടിയത്? കേരളം, സർവീസസ്, ബംഗാൾ, പഞ്ചാബ്. ആൻസർ ഓപ്ഷൻ ബി സർവീസസ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി? ഇടുക്കി, ഇടമലയാർ, പള്ളിവാസൽ, പേപ്പാറ. ആൻസർ ഓപ്ഷൻ സി പള്ളിവാസൽ. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആര്? വൈകുണ്ഠസ്വാമികൾ, ടി കെ മാധവൻ, അയ്യങ്കാളി, കെ കേളപ്പൻ. ആൻസർ ഓപ്ഷൻ സി അയ്യങ്കാളി. ആഴമേറും നിൻ മഹസ മാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഇത് ഏതിലെ വരികളാണ്? ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, ശിവശതകം. ആൻസർ ഓപ്ഷൻ ബി ദൈവദശകം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? വി ടി ഭട്ടതിരിപ്പാട് പ്രത്യക്ഷരക്ഷാ ദൈവസഭ, കുമാരഗുരുദേവൻ അരയ സമാജം, ചട്ടമ്പിസ്വാമികൾ വേദാധികാര നിരൂപണം, പണ്ഡിറ്റ് കെ പി കറുപ്പൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ആൻസർ ഓപ്ഷൻ സി ചട്ടമ്പിസ്വാമികൾ വേദാധികാര നിരൂപണം. സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ? 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ പ്രാചീന മലയാളം, ആദിഭാഷ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന പ്രസിദ്ധ വാക്യം ഉയർത്തി. സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാണ്. ആൻസർ ഓപ്ഷൻ ഡി 2ഉം 4ഉം പ്രസ്താവനകൾ തെറ്റാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ പ്രാചീന മലയാളം, ആദിഭാഷ, സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാണ്. ഇത് രണ്ടും തെറ്റാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് കലാപം ഏത്? അഞ്ചുതെങ്ങ് കലാപം, കുറിച്യ കലാപം, ആറ്റിങ്ങൽ കലാപം, മാപ്പിള കലാപം. ആൻസർ ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. കുളച്ചൽ യുദ്ധത്തിനു ശേഷം തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായി മാറിയത് ആര്? ഡിലനോയ്, പഴശ്ശിരാജ, വേലുത്തമ്പി, പാലിയത്തച്ചൻ. ആൻസർ ഓപ്ഷൻ എ ഡിലനോയ്. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത്? പഹാരിയ കലാപം, മാപ്പിള കലാപം, സന്താൾ കലാപം, കോൾ കലാപം. ആൻസർ ഓപ്ഷൻ ബി മാപ്പിള കലാപം. പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്ന പ്രസ്താവന ഏത്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം, ബ്രിട്ടീഷുകാരുടെ പണമായുള്ള നികുതി പിരിവ്, വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം, ബ്രിട്ടീഷുകാർ പഴശ്ശിരാജാവിന് കോട്ടയം പ്രദേശം പാട്ടത്തിന് നൽകിയത്. ആൻസർ ഓപ്ഷൻ എ 1ഉം 3ഉം പ്രസ്താവനകൾ. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയവും വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കവും. താഴെ തന്നിരിക്കുന്നവയിൽ പരസ്പരം ബന്ധമില്ലാത്തത്? മാവിലത്തോട് വേലുത്തമ്പി ദളവ, മണ്ണടി പഴശ്ശിരാജ, ക്വിറ്റ് ഇന്ത്യ, കീഴരിയൂർ ബോംബ് കേസ്, മാപ്പിള ലഹള, കാർഷിക മുന്നേറ്റം. ആൻസർ ഓപ്ഷൻ ഡി 1ഉം 2ഉം. മാവിലത്തോട് വേലുത്തമ്പി ദളവ, മണ്ണടി പഴശ്ശിരാജ. ഇത് രണ്ടുമാണ് പരസ്പരം ബന്ധമില്ലാത്തത്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം? മൊറാഴ സമരം, കുണ്ടറ വിളംബരം, പൂക്കോട്ടൂർ കലാപം, കുറിച്യ കലാപം. ആൻസർ ഓപ്ഷൻ ബി. ഫസ്റ്റ് വരുന്നത് കുണ്ടറ വിളംബരം, കുറിച്യ കലാപം, പൂക്കോട്ടൂർ കലാപം, മൊറാഴ സമരം. കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? മുരുകേശൻ ടി പി, കല്ലേൽ പൊക്കുടൻ, ഡോക്ടർ സി രാധാകൃഷ്ണൻ, ആനന്ദൻ പൈതലൻ. ആൻസർ ഓപ്ഷൻ ബി കല്ലേൽ പൊക്കുടൻ. മനുഷ്യ ശരീരത്തിൽ ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്? കോർട്ടിസോൾ, പാരാതോർമോൺ, മെലാറ്റോണിൻ, എപ്പിനെഫ്രിൻ. ആൻസർ ഓപ്ഷൻ സി മെലാറ്റോണിൻ. ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സാ രീതിയാണ്? എലിപ്പനി, എയ്ഡ്സ്, ക്ഷയം, കോളറ. ആൻസർ ഓപ്ഷൻ സി ക്ഷയം. രോഗങ്ങളെപ്പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ള ടിഷ്യൂ മാതൃകകളാണ് മൈക്രോ ഓർഗൻ, വിത്തുകോശം, സ്ഫിറോയിഡ്, ഓർഗനോയിഡ്. ആൻസർ ഓപ്ഷൻ ഡി ഓർഗനോയിഡ്. മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ബയോടെക്നോളജി, ബയോ വെൻഡിംഗ്, ബയോ സ്പാർജിംഗ്, ബയോ റെമഡിയേഷൻ. ആൻസർ ഓപ്ഷൻ ഡി ബയോ റെമഡിയേഷൻ. ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിൻ്റെ സങ്കര ഇനമാണ്? വെണ്ട, പയർ, നെല്ല്, തെങ്ങ്. ആൻസർ ഓപ്ഷൻ ബി പയർ. വായു മലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ഏതാണ്? ലൈക്കനുകൾ, ആൽഗകൾ, ഫേണുകൾ, പൂപ്പലുകൾ. ആൻസർ ഓപ്ഷൻ എ ലൈക്കനുകൾ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയും അതിനുള്ള കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന: മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞരും കർഷകരും കൃത്രിമ പരാഗണം നടത്താറുണ്ട്. കാരണം ആൺപൂവിലെ പരാഗരേണുക്കൾ അനുയോജ്യമായ പെൺപൂവിൻ്റെ തന്തുകത്തിൽ വീഴുമ്പോഴാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത്. ആൻസർ ഓപ്ഷൻ സി എ ശരിയാണ്, ആർ തെറ്റാണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. കട്ടികൂടി ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളുമാണ് ധമനികൾ. ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ളതും ഭിത്തിയുള്ളതും കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ വേഗത്തിലും രക്തമൊഴുകുന്നതും ആയ രക്തക്കുഴലുകളാണ് സിരകൾ. കട്ടി കുറഞ്ഞ ഭിത്തിയുള്ളതും വാൽവുകൾ കാണപ്പെടുന്നതും ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നതുമായ കുഴലുകളാണ് ലോമികകൾ.
അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലുകളാണ് പോർട്ടൽ സിരകൾ. ആൻസർ ഓപ്ഷൻ ഡി, എയും ഡിയും ശരിയാണ്. കട്ടികൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളുമാണ് ധമനികൾ. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലുകളാണ് പോർട്ടൽ സിരകൾ. ഇത് രണ്ടും ശരിയായ പ്രസ്താവനകളാണ്. മനുഷ്യ ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ B12, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ B2. ആൻസർ ഓപ്ഷൻ ബി, വിറ്റാമിൻ ഡി. പവറിൻ്റെ SI യൂണിറ്റ് വാട്ടാണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിൽ സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു കുതിരശക്തി ഡാഷ് വാട്ടാണ്. 546, 746, 946, 476. ആൻസർ ഓപ്ഷൻ ബി, 746. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ അറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം? ബേരിയം, റേഡിയം, ബെറിലിയം, കാൽസ്യം. ആൻസർ ഓപ്ഷൻ ബി, റേഡിയം. ഉത്കൃഷ്ട വാതകങ്ങൾ അല്ലാത്ത മൂലകം? ക്രിപ്റ്റോൺ, ആർഗൺ, സിലിക്കൺ, നിയോൺ. ആൻസർ ഓപ്ഷൻ സി, സിലിക്കൺ. കലാമിൻ ഏതു ലോഹത്തിൻ്റെ അയിരാണ്? അലൂമിനിയം, കോപ്പർ, സിങ്ക്, ഇരുമ്പ്. ആൻസർ ഓപ്ഷൻ സി, സിങ്ക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്? 5 ഹെഡ്സ്, 2000 ഹെഡ്സ്, 200 കിലോ ഹെഡ്സ്, 2000 കിലോ ഹെഡ്സ്. ആൻസർ ഓപ്ഷൻ ബി, 2000 ഹെഡ്സ്. C12, C13, C14 എന്നിവ കാർബണിൻ്റെ പ്രകൃതിദത്ത ഐസോടോപ്പുകളാണ്. ഇതിൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോടോപ്പ് ഏതാണ്? C12, C13, C14. എല്ലാ കാർബൺ ഐസോടോപ്പും ഒരുപോലെ സ്ഥിരതയുള്ളതും ലഭ്യതയുള്ളതുമാണ്. ആൻസർ ഓപ്ഷൻ എ, C12. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം, ഗതികോർജ്ജം, വൈദ്യുതോർജ്ജം, താപോർജ്ജം. ആൻസർ ഓപ്ഷൻ എ, സ്ഥിതികോർജ്ജം. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന താപനില? 100 ഡിഗ്രി സെൽഷ്യസ്, 50 ഡിഗ്രി സെൽഷ്യസ്, 4 ഡിഗ്രി സെൽഷ്യസ്, 1 ഡിഗ്രി സെൽഷ്യസ്. ആൻസർ ഓപ്ഷൻ സി, 4 ഡിഗ്രി സെൽഷ്യസ്. ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ? പോളിത്തീൻ, സെല്ലുലോസ്, നൈലോൺ, ബേക്കലൈറ്റ്. ആൻസർ ഓപ്ഷൻ ബി, സെല്ലുലോസ്. ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് ഉത്പതനം, ദ്രവീകരണം, ബാഷ്പീകരണം. ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ എ, ഉത്പതനം.